ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബേക്കറികളിൽ കിട്ടുന്ന ടീ കേക്ക് ഇല്ലേ, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക്. അത് എങ്ങനെ എളുപ്പത്തിൽ അതും ചൂട് പാൽ ഉപയോഗിച്ച് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ചൂട് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന കേക്കിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഈ റെസിപ്പിക്ക് ശരിക്കും ഹോട്ട് മിൽക്ക് കേക്ക് എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കേക്ക് തയ്യാറാക്കാനായി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കേക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര അല്ല, നോർമൽ ഷുഗറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തതായി ഒരു 1/4 കപ്പ് ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ പൾസ് മോഡ് ഉപയോഗിച്ചാണ് അടിച്ചെടുക്കുന്നത്. പൾസ് മോഡിലിട്ടിട്ട് ഒരു 5 സെക്കൻഡ് പിന്നെ ഓഫ് ചെയ്ത് അങ്ങനെ വേണം അടിച്ചെടുക്കാൻ. അത് അങ്ങനെ ഒരു 10 പ്രാവശ്യം അങ്ങനെ പൾസ് മോഡിലിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്തതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മിക്സ്ചർ കിട്ടാൻ. പൾസ് മോഡിലല്ലാതെ അടിച്ചെടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ മിക്സ്ചർ ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1 കപ്പോളം മൈദ മാവ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ ഈ റെസിപ്പിയിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കാം. ഡയറക്റ്റായിട്ട് ഈ ബൗളിലേക്ക് തന്നെയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. മുഴുവനായിട്ട് അരിച്ചെടുക്കേണ്ട, ഒരു പകുതി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചും മിക്സ് ചെയ്യാം. ഇതുപോലെ ലൈറ്റായി വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബാക്കി പകുതി കൂടി ചേർത്ത് നമുക്കിതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ പതുക്കെയാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പീഡ് കൂട്ടി കാണിച്ചത്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഈ കേക്കിലേക്ക് ചേർക്കാനുള്ള പാല് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി ഈ പാലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ തന്നെ നമ്മൾ ബട്ടറും ഇതിൽ കിടന്നൊന്ന് മെൽറ്റായിക്കോളും. പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി പാലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. പാല് ചൂടായി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. ആദ്യം ഒരു പകുതി ചേർത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം അടുത്ത പകുതി ചേർക്കാം. ഞാനിവിടെ പകുതി ചേർത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വെനില എസൻസ് ആണ്. ഞാനിവിടെ 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബ്രെഡ് ലോഫ് ടിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിത് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട് അതിൽ. എന്നിട്ട് പൊടി തൂവി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കേക്കൊന്നും ഒട്ടി പിടിക്കത്തില്ല. ഇനി ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദാമാവ് വെച്ചിട്ട് അതിൽ പൊടി തൂവി കൊടുത്താൽ പിന്നെ നമുക്ക് ഒട്ടി പിടിക്കത്തില്ല. പെട്ടെന്ന് തന്നെ കേക്ക് ഡിമോൾഡായിട്ട് കിട്ടും. ഇതുപോലെ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്താൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പോകും.
നമുക്ക് ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. പഴയ ഒരു ബിരിയാണി പോട്ടാണ്. അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ നമ്മുടെ കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ഒരിക്കലും കേക്ക് ടീന് ഇറക്കി വെക്കരുത്. ഇതുപോലെ വല്ല തട്ടോ മൂടിയോ എന്തെങ്കിലും അടിയിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കേക്ക് ടീൻ ഇറക്കി വെക്കാവൂ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്റ്റിക്കോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. സ്ക്യൂവറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് നന്നായിട്ട് ബേക്കായിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് അൺമോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് അൺമോൾഡായി കിട്ടും. ഇനി ബട്ടർ പേപ്പറൊക്കെ നമുക്കിതിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടീ കേക്ക് ലോഫ് ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഞാനിത് വേറൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടൊക്കെ മാറിയതിന് ശേഷം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ബേക്കറിയിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതുപോലെ തന്നെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ടെക്സ്ചർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. വളരെ ലൈറ്റായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടീ കേക്കിൻ്റെ ടേസ്റ്റുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റോഹാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.